സുഹൃത്തുക്കളെ, അപ്പോൾ ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പരിപാടി തുടങ്ങിയേക്കാണ്. നമ്മുടെ ഫസ്റ്റ് റൈഡ് വന്നിട്ടുണ്ട്. 5 മിനിറ്റത്തെ റൈഡാണ്. നമ്മൾ നിൽക്കുന്നതിൽ നിന്ന് ഒരു 100 മീറ്ററിനടുത്താണ് ആളുള്ളത്. സോ നമ്മൾ ആളെ പിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, പരിപാടി ഉഷാറാകാം എന്ന് വിചാരിക്കുന്നു. ഇന്ന് വീക്കെൻഡാണ്. വീക്കെൻഡ് സമയത്ത് നമുക്ക് ഇന്ന് നൈറ്റ് ഫുൾ ഓട്ടം ഉണ്ടാവുമെന്നൊക്കെ വിചാരിക്കുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരമാണല്ലോ, സ്വാഭാവികമായിട്ടൊന്ന് ഓട്ടം കൂടുതലുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ഓക്കെ, വണ്ടി ഒന്ന് വട്ടം വളയ്ക്കാനുള്ള കഷ്ടപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലങ്ങും വിലങ്ങും വണ്ടി വട്ടം വളയ്ക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണുമ്പുള്ള നോക്കി പേടിപ്പിച്ച് വെച്ച് പോവുകയും ചെയ്തു. ക്യാ ബലം. ഓക്കെ, ഡൊമിനിയൻ റോഡ്. ഓക്കെ ഓക്കെ Yeah, good evening, please come. How are you? സുഹൃത്തുക്കളെ, അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആകെ 1.78 കിലോമീറ്റർ ആണ് ഉണ്ടായിരുന്നത്. $6.36 ഡോളേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് 3 minutes 40 seconds റൈഡായിരുന്നു. ഓക്കെ ഗായ്സ്, ഹായ്. ജസ്റ്റ് ഒരു പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ തന്നെ എന്ന് പറയാൻ പറ്റില്ല, ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊരു റൈഡ് അടിച്ചിട്ടുണ്ട്. യൂബർ എക്സ് ആണ്. 17 മിനിറ്റ് നേരത്തേക്കാണ്. റോബർട്ട് എന്നാണ് ആളുടെ പേര്. സോ പുള്ളിയുടെ വീട്ടിലേക്ക് പോവാൻ ഗേൾഫ്രണ്ടും ഉണ്ട്. Hello, hi, please come. How are you? Drop off, Robert. Alrighty, thank you. Thank you. Have a wonderful weekend. You as well. You Yeah, too. thank you. Good luck surviving the rest of the school holidays. Yeah, thank you. അപ്പോൾ ഫ്രണ്ട്സ്, ആ റൈഡ് അങ്ങനെ തീർന്നിരിക്കുകയാണ്. നമുക്കതിൻ്റെ അകത്ത് $15 കിട്ടിയത്. നമുക്ക് ടോട്ടൽ അതൊരു ന്യൂസിലാൻഡ് യങ് കപ്പിളായിരുന്നു. അപ്പോൾ അവരിവിടെ ഒരു ഡിന്നറിന് വന്നതാണ്. അവരിങ്ങനെ ഇതൊരു കൾച്ചറാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ്, പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ ആ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പലരെയും ഞാൻ അവിടെ നിന്ന് ആ ലൊക്കേഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്നു, നമുക്ക് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ കുഞ്ഞു ഓട്ടങ്ങൾ ധാരാളമായിട്ട് കിട്ടുന്നൊരു ടൈമാണ്. അപ്പോൾ നമുക്ക് കിട്ടുമോയെന്നറിയില്ല, നോക്കാം. നമുക്ക് സാധാരണ കിട്ടേണ്ടതാണ് കുഞ്ഞു ഓട്ടങ്ങൾ. അതായത് സാധാരണ ഇവരെ ആൾക്കാർ നടന്നു പോകുന്ന ഒരു 1 കിലോമീറ്ററൊക്കെ ഉള്ളെങ്കിലും നടന്നു പോവുക സാധാരണ ചെയ്യാറ്. അതിന് വണ്ടിയൊന്നും വിളിക്കാറില്ല. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ നടക്കും. അത് കൂടുതലും ഈ രാവിലെ സമയങ്ങളാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അവർ നടക്കില്ല. കാരണം ചിലപ്പോൾ ഓഫീസിൽ പോകണോ അല്ലെങ്കിൽ ആ ദിവസം അവർക്ക് സ്പോയിലാവും എന്നുള്ളതുകൊണ്ട് രാവിലെ അവർ നടക്കില്ല. പക്ഷെ ഇന്ന് രാത്രി ഈ സ്ട്രീറ്റൊക്കെ വളരെ തിരക്കായിരിക്കും, തിരക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് പബ്ബുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ മറ്റേ റൂഫ് ടോപ്പ് ഒരു റൂഫ് ടോപ്പ് ബ്രൂവറിംഗ് കോ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇതൊക്കെ പബ്ബുകളാണ്. അപ്പം നൈറ്റ് ഇതൊക്കെ ഇവിടെ ടീനേജേഴ്സിൻ്റെ ഒരു അതിപ്രസരമായിരിക്കും. അതിപ്രസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് മുഴുവൻ അവരായിരിക്കും. അടിപൊളിയാണ് സംഭവം. അതൊരു പ്രത്യേക വൈബാണത്. നൈറ്റ് സമയങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കതിനും ബോധം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അടിച്ച് കോൺ തെറ്റി അങ്ങനെ വരും. ഇന്നലത്തെ വീഡിയോയില് ഇന്നലെ ആക്ച്വലി അങ്ങനെ ഒരു 3 പിള്ളേർ എനിക്ക് കിട്ടിയായിരുന്നു. അവരെ ഹൗവിക്കലാണ് കൊണ്ടുവന്ന് വിട്ടത്. സോ അങ്ങനെ വിട്ട സമയത്ത് ഒരു 2 പെണ്ണുങ്ങളും ഒരു ചെക്കനുമായിരുന്നു. പെണ്ണുങ്ങളെന്ന് പറയും 2 പെൺപിള്ളേർ, ഒരു ചെക്കനും. അപ്പോൾ അടിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് ഇർലാഞ്ചി പറ്റേ. എന്നിട്ട് ഇവന്മാർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് കേൾക്കണം.
അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ വെച്ച് അവർ ഒരു കണക്കിന് ഇറക്കി വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തിക്ക് ചെക്കൻ ഇറങ്ങിപ്പോയി. ചെക്കൻ ബാക്കിലായിരുന്നായിരുന്നു. ചെക്കൻ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലിരുന്ന് ഒരുത്തിക്ക് ബാക്കിലേക്ക് ഇറങ്ങി പോകണം. അവളോട് ഞാൻ പുറത്തേക്കടെ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് അവള് അത് കേട്ടില്ല. അവള് സീറ്റേ ചവിട്ടി കുത്തി കയറി പുറകിലേക്ക് ഇരുന്നു. ഒരു ജാതി വെളിവേട്ടാണ് നിങ്ങൾ ഇതില. മറ്റേ പകല് സമയത്ത് ഇവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മര്യാദയൊക്കെയാണ്. പക്ഷെ രാത്രി 2:30 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറും. ഇത്രയും കൂതറകൾ പിന്നെ വേറെ ഇല്ല. നമ്മൾ പകല് പോകുന്ന സമയത്തേ ഈ നമ്മളിപ്പോൾ ഒരാളെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ ഒരാൾ ക്രോസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് സോറി പറയും. അത് കടന്നു പോകുമ്പോൾ അവരുടെ കാറ്റടിക്കുന്നതിനാണ് അവർ നമ്മുടെ അടുത്ത് സോറി പറയുന്നത്. അത്രയും മര്യാദയാണ് വേണ്ടത് കപ്പല്. എന്നാൽ 2:30 അടിച്ചു കഴിഞ്ഞാലോ ഇതിങ്ങടെ അത്രയും മെനക്കെട്ട എണ്ണങ്ങൾ എൻ്റെ പൊന്നിയങ്ങാതി. ഒരു നിവൃത്തിയിലാട്ടോ. അത് കൂട്ട് സാധനങ്ങളാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ടിറ്ററാങ്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വരെ വന്നതാണ്. സോ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നൊരു ഓട്ടം അടിച്ചു. ഓട്ടം എന്ന് പറയുമ്പോൾ ഒരു മിനിമം ട്രിപ്പാണ് 6 മിനിറ്റിൻ്റെ. ആ 6 മിനിറ്റിൻ്റെ ട്രിപ്പ് നമ്മൾ ഓടിയിട്ട് നമുക്ക് $7.28 ആണ് കിട്ടിയത്. നമുക്ക് അതിനാകെ നമ്മൾ കിലോമീറ്റർ കവർ ചെയ്തത് 3.37 കിലോമീറ്റർ, 3.37 കിലോമീറ്ററാണ് നമ്മൾ ഇത് കവർ ചെയ്തത്. ഓക്കെ. ഈ തിത്തരാങ്കി എന്ന് പറയുന്ന സ്ഥലം കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയ, ഹിൽസ് ഉണ്ട്, അല്ലെങ്കിൽ മലകളും കുന്നുകളും കാടുകളൊക്കെ കൊണ്ട് സമൃദ്ധമായൊരു സ്ഥലമാണ് തിത്തരാങ്കി എന്ന് പറയുന്നത്. നല്ല രസമാണ് ഇതിക്കടെ വണ്ടി ഓടിക്കാനായിട്ട്. നമ്മുടെ വയനാട്ടിലേക്കൊക്കെ പോകുമ്പോഴുള്ള ഒരു വഴികളുണ്ടല്ലോ, അതായത് കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്ന വഴികൾ, അതുപോലുള്ള വഴികളാണ് ഇവിടെ. കുഞ്ഞു വഴികൾ. അത് ഒരു വണ്ടിക്ക് അങ്ങോട്ട് പോകും, ഒരു വണ്ടിക്ക് ഇങ്ങോട്ട് വരാം. ചില സ്ഥലങ്ങളിൽ ഒറ്റ വണ്ടി മാത്രമേ പോവുള്ളൂ റോട്ടിൽ കൂടെ. നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം അപ്പുറ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. നമ്മുടെ ഈ ഇടുക്കി ഭാഗങ്ങളിലൊക്കെ അങ്ങനത്തെ വഴികളുണ്ട് ഇപ്പോഴും. അതാണ് സ്കീം. എനിവേ, നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് ഓട്ടത്തിന് വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് ടൗൺ എന്ന് പറയുന്നുണ്ട് ഗ്ലെന്നീഡൻ ആണ് ഇവിടെ അടുത്ത് ടൗൺ ഉള്ളത്. അല്ല, പിന്നെ ന്യൂലിനുണ്ട്. ന്യൂലിനിലേക്ക് പോകാം. ന്യൂലിൻ പോവായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ നിന്ന് പിന്നെ ടൗണിലേക്ക് കുറച്ചുള്ളൂ. സോ വിൽ ഗോ ടു ന്യൂലൈൻ. ഒരു പുള്ളി അവിടെ നിന്ന് ആടി തൂങ്ങിയൊക്കെ വരണ്ട്. എനിവേ, മഴയുണ്ട് അത്യാവശ്യം. ഇല്ല, അത്യാവശ്യം മഴ എന്ന് പറയാൻ പറ്റില്ല. മഴ പൊടിഞ്ഞ് ചാറിയും മാറിയൊക്കെ ആയിരിക്കും അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈകുന്നേരം ഈ ബാറിലും പബ്ബിലും പോണവർ ചിലപ്പോൾ ബിയർ അടിക്കാനായിരിക്കും വരുന്നത്. അങ്ങനെ ബിയർ അടിക്കാൻ വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ബാധിക്കും അത് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. കുറച്ച് തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ പിന്നെയും ഈ ഹോട്ടടിക്കാനായിട്ട് വരും. പക്ഷേ ഈ ബിയർ അടിക്കുന്നവർ വളരെ ചുരുക്കമാണ് ഈ സമയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് മിക്കവാറും ഓട്ടം കാണാൻ വഴിയില്ലാത്തതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്കൊരു 22 മിനിറ്റിൻ്റെ ഒരു ഓട്ടം അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എത്ര മിനിറ്റ് പോകണം പിക്ക് ചെയ്യാനായിട്ട്? ഓക്കെ, നമുക്ക് അത് മിസ്സായി. നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. ഈ വഴി ഇച്ചിരി ഡേഞ്ചറാണ്. ഈ വഴി ഇച്ചിരി ഡേഞ്ചറാണ്. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് യൂട്ടേൺ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് കയറാം. ഈ വഴിയിൽ നിന്ന് അങ്ങനെ കയറി വരാം. അതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു സിറ്റിയിലേക്ക് ആയിരിക്കും ഓട്ടം വന്നിരിക്കുന്നത്. നമ്മൾ റെയിൽ വണ്ടിൻ്റെ അടുത്ത് പിടിച്ചേ. ഓക്കെ, നമ്മളിവിടുന്ന് റൈറ്റ് എടുത്ത് ഇത് കയറുകയാണ്. വെസ്റ്റ് കോസ്റ്റ് റോഡ് എന്നാണ് റോഡിൻ്റെ പേര്. ഒരുപാട് വണ്ടികൾ തലങ്ങും വിലങ്ങും വരുന്നുണ്ട്. ഒരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ വണ്ടി ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ വണ്ടി എടുത്തു. ഇവിടുന്ന് 3.9 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആളെ പിക്ക് ചെയ്യാൻ പോകുന്നത്. 22 മിനിറ്റ്സിൻ്റെ റൈഡാണ്. മോസ്റ്റ്ലി അത് സിറ്റിയിലേക്കായിരിക്കും. കാര്യം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിമോട്ട് ഏരിയ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് റിമോട്ട് ഏരിയ എന്നുള്ള ആൾക്കാർ ഈ സമയത്ത് പോകാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിയാണ്, ടൗൺ ആണ്. ഓക്കെ,
അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലം, അപ്പോൾ ഒരു പാസഞ്ചറെ കൊണ്ടുവന്ന് ഇറക്കി വിട്ട സ്ഥലമാണത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിത്തിരാങ്കി എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് തിത്തിരാങ്കിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇത് ഗ്ലന്നീഡൻ്റെയും അതുപോലെ തന്നെ ന്യൂലിൻ്റെയൊക്കെ ഒരു അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് തിത്തിരാങ്കി വളരെ അടുത്താണ് ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ്. ഇപ്പോൾ സമയം 9:18. നമുക്കിപ്പോൾ മൊത്തം 3 റൈഡാണ് അടിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $28.64. ഓക്കെ, നമ്മൾ ടോട്ടൽ വർക്ക് ചെയ്ത മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 hour 51 minute ആണ് ഇപ്പോൾ നമ്മൾ ടോട്ടൽ മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ അത് നമുക്ക് പ്രോബ്ലം ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ഉള്ള സമയത്ത് നമുക്ക് വലിയ ട്രിപ്പുകളൊക്കെ നമുക്ക് തരും. ആവറേജ് ഒരു $30 per hour നമുക്ക് ഏൺ ചെയ്യാവുന്ന രീതിയിൽ ഊബറിൻ്റെ ഒരു അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ നോക്കിയിട്ട് ആ ഒരു സ്കീമിലാണ് ഊബർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഊബർ റൈഡ് നമുക്ക് തരുന്നത്. അതായത് നമ്മളിപ്പോൾ ഊബറിൻ്റെ ട്രെൻഡ് ഉണ്ട്. നമ്മൾ ഊബർ ഓടിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയത്. ഭക്ഷണം നല്ല അപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു. അപ്പത്തിൻ്റെ മാവ് ഒരു അപ്പം ഉണ്ടാക്കി, അതുപോലെ തന്നെ കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പവും കടലക്കറിയും കൂടെ കൂടി കഴിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. ഇത് തുറക്കാൻ പറ്റിയ എന്ത് കഥയാണെന്നറിയില്ല. കാര്യം ഇന്നലെ ഞാൻ പോയെങ്കിലും എത്ര മണിക്ക് ഇന്നലെ നമ്മൾ ട്രിപ്പ് നിർത്തിയത്? എനിക്ക് തോന്നുന്നത് 2 മണി 2:30 സമയത്താണെന്നോ, വെളുപ്പിന് 2 മണി 2:30 സമയത്താണെന്നോ ഇന്നലെ ട്രിപ്പ് നിർത്തിയത്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഈ വീഡിയോ ഒക്കെ ലാപ്ടോപ്പിൽ കയറ്റിയിട്ട് കുറച്ച് നേരം ഇരുന്ന് എഡിറ്റ് ചെയ്തു. കുറച്ച് നേരം എന്ന് പറയുമ്പോൾ വെളുപ്പിന് ഒരു 5 മണി വരെ ഇരുന്ന് എഡിറ്റ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എഡിറ്റിങ് പഠിച്ചു വരുന്നുള്ളൂ. കാരണം ഇന്നലെ ഇട്ടത് നമ്മുടെ 2ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പാടുണ്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതാണ് തിത്തിരാങ്കി എന്ന് പറഞ്ഞത്. Thank you so much. Have a good night. Good night. അപ്പോൾ അങ്ങനെ ആ പാസഞ്ചറെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 22 മിനിറ്റിൻ്റെ ഡ്രൈവ് എന്നാണ് നമ്മളെ കാണിച്ചത്. നമ്മൾ ടോട്ടലായിട്ട് എടുത്തത് 21 മിനിറ്റും 37 സെക്കൻഡുമാണ് നമ്മൾ ടോട്ടലായിട്ട് എടുത്തത്. 15.58 കിലോമീറ്ററാണ് നമ്മൾ ടോട്ടൽ. ഒരു ഓട്ടം കൂടി കിട്ടിയിരിക്കുകയാണ്. 10 മിനിറ്റിൻ്റെ ഓട്ടമാണ്. 9 മിനിറ്റിൻ്റെ ഓട്ടമാണ്. 600 മീറ്റർ വേണം. അങ്ങനെ നമ്മുടെ ആ പാസഞ്ചറെ നമ്മൾ ഇറക്കി വിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. സോ അവര് നമുക്ക് തരുന്ന എമൗണ്ട്, നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് $9 $9 0.04 നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്ന എമൗണ്ട്. സോ അവർ നല്ലൊരു സ്ത്രീ ആയിരുന്നു. വളരെ നന്നായി സംസാരിച്ചു. ഈവൻ ഞാൻ അവരുടെ അടുത്തൊന്നും സംസാരിച്ചില്ലെങ്കിൽ കൂടി അവർ ഭംഗിയായിട്ട് വളരെ അധികം സംസാരിച്ചു. സാധാരണ ഇങ്ങനെയുള്ള പാസഞ്ചറിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ ഇവർ നല്ല നല്ല രീതിയിൽ സംസാരിച്ചു. അതായത് നമ്മളിപ്പോൾ നമ്മളൊരു ഇമിഗ്രൻ്റ് ആണ് എന്നുള്ളൊരു ചിന്തയോ അങ്ങനെയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ ഈ ചായയുടെ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കത് ഹേർട്ട് ചെയ്തു. ഈ ന്യൂസിലാൻഡിനെ ഞാൻ താഴ്ത്തി സംസാരിക്കുന്നതാണോ എന്നുള്ള രീതിയിലൊരു ചിന്ത അവർക്ക് പോയി. പക്ഷെ അത് പോയില്ല. പക്ഷേ ലാസ്റ്റ് അവർ പറഞ്ഞ കമൻറ്റിലാണ് എനിക്കത് മനസ്സിലായത്. ഇറ്റ്സ് എ ബിറ്റ് ഷെയിം that we don't have such place to take a tea or drink, take a tea or coffee like this. അങ്ങനെ അവർ പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാനാ പറഞ്ഞതിൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സൂപ്പർ അടിപൊളിയായിട്ടൊരു സ്ഥലമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്, അതല്ല എന്നല്ല. പക്ഷേ ഇങ്ങനെയൊരു കഥ എൻ്റെ പുറയിലുണ്ട് എന്നുള്ളത് മാത്രം. ഇപ്പം നമ്മൾ തിരിച്ച് നേരെ പോൺസൺബിയിലേക്ക് തന്നെ പോവുകയാണ്. ഇതാണ് ആ കഥ. നമുക്ക് വളരെ അടുത്ത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 3 കിലോമീറ്റർ മറ്റേ ഉണ്ടായിരുന്നല്ലോ അവരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നത് അവർ നമുക്കൊരു $5 ടിപ്പ് കൂടെ തന്നിട്ടുണ്ട്. ഓഹ്, ദാറ്റ്സ് സോ നൈസ്. അവർക്ക് ഞാനൊരു താങ്ക്സ് കൊടുത്തിട്ടുണ്ട്. $5 ടിപ്പ്. 9 രൂപയുടെ $9 ട്രിപ്പിന് $5 ടിപ്പ് കൂടെ. നൈസ്.
സംഭവം കുഴപ്പമില്ലല്ലോ. ഒരു പോലീസുകാർ ഇപ്പോൾ എങ്ങനെയാണ് പോയി. നമുക്ക് വേറെ ട്രിപ്പൊന്നും കിട്ടിയില്ല. എന്നാലും ചുമ്മാ ഞങ്ങൾ ഓണാക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പോൺസൺ ബി തിരക്കിന്ന് കുറവാണ്, വളരെ കുറവാണ് തിരക്ക്. സാധാരണ വെള്ളിയാഴ്ചകളിലുള്ളൊരു തിരക്ക് ഇപ്പോൾ കാണുന്നില്ല. ട്രെൻഡ് ഇപ്പോൾ റെഡ് ആയോ? ഇല്ല, മഞ്ഞ തന്നെയാണ് ട്രെൻഡ്. അത് ആക്ച്വലി ഷെയ്മല്ലി ആളുകളൊക്കെ ലീവ് ചെയ്ത് തുടങ്ങിയോന്നറിയില്ല. ഇവിടെയൊക്കെ തിരക്കുള്ള സമയം, ശരിക്കും തിരക്ക് വരേണ്ട സമയമാണ് ഇതൊക്കെ. എന്ത് ചെയ്യും നോക്കണം. ഓട്ടം അങ്ങനെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വാട്ട് വിൽ വി ഡു? ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ ഇവിടുന്ന് ഫ്രാങ്ക്ലിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് നമ്മൾ ഹാർബറിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപകാരമില്ല എന്ന് എനിക്ക് തോന്നുന്നേ. ഇവിടെ അത്യാവശ്യം ചെറിയ ചെറിയ തിരക്കുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഈ തിരക്ക് കണ്ടാൽ പോരാന്ന്. വീക്കെൻഡ് അല്ലേ, ഇതിൽ കൂടുതൽ തിരക്ക് കാണണം. തിരക്ക് കണ്ടാൽ പോരാ. നമുക്ക് കെ റോഡിനൊന്ന് പോകാറുണ്ടല്ലോ. അവിടെ പോയി ചേരം കിടന്നായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഓട്ടം കിട്ടിയാലേ കെ റോഡിൽ. എനിക്കിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായില്ല. പക്ഷെ ഏതായാലും വണ്ടി തലങ്ങും വിലങ്ങും കിടന്നുകൂടാ. കുറച്ചു നേരം അവിടെ എല്ലായിടത്തും പോയി കിടന്ന് അത്രയും റെസ്റ്റ് കിട്ടുമല്ലോ. വെറുതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാന്ന് മാത്രമേ ഉള്ളൂ. ലോക്കലോട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇന്നിപ്പോൾ എത്ര മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാമെന്നുള്ള അറിയാൻ മേല. ഇത്ര നേരമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് $72 ഇത്രയും നേരമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്ര മണിക്കൂറായി? 3 മണിക്കൂറിന് $72. സോ പൈസ കുറവാണ്. ഇനി ഇത് കോമ്പൻസേറ്റ് ചെയ്യണ്. രാത്രി ഇനി ട്രെൻഡ് റെഡായി കഴിയുമ്പോഴാണ് ഈ എമൗണ്ട് ഇനി കോമ്പൻസേറ്റ് ചെയ്യാൻ പോണത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ ഇതിൻ്റെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ മേല. നാളെ എഡിറ്റ് ചെയ്യണ സമയത്ത് മൂഡ് ഉണ്ടെങ്കിൽ ചെയ്യും. ഇപ്പോൾ ഇന്നും രാത്രി ഉറക്കമുള്ള കഴിഞ്ഞിട്ട് നാളെ ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യുമെന്നുള്ളതും കൂടെ അറിയാൻ മേല. എനിവേ, ഇന്ന് കയറ്റിയിട്ട വീഡിയോയിൽ കുറേ അപാകത ഉണ്ടായിരുന്നു. ഇന്നലെ, അതായത് 22-ാം തീയതി റെക്കോർഡ് ചെയ്ത വീഡിയോ അത് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് പറ്റി. അത് ചന്നം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി, കയറി ഇറങ്ങിയൊക്കെ പോയി. ഫൈനൽ ഫിനിഷിങ് വന്നു കഴിഞ്ഞപ്പോൾ അതാകെ ലംബായി. ഞാൻ യൂസ് ചെയ്യുന്ന HP എലൈറ്റ് ബുക്ക് HP എലൈറ്റ് ബുക്ക് 850 HP എലൈറ്റ് ബുക്ക് 850 എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പാണ്. 850 G5 അതാണ് എൻ്റെ ലാപ്ടോപ്പ്. ക്യാപ്കട്ട് അതാണ് അതിൻ്റെ പേര്. ക്യാപ്കട്ട് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണത്. അപ്പോൾ അത് ഫ്രീ എഡിഷൻ ഉണ്ട്. അപ്പോൾ ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ വർക്ക് ചെയ്യണത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡിലല്ല. ഇതിൻ്റെയൊക്കെ എൻകോഡിങ്ങും അല്ലെ ഈ റെൻഡറിങ്ങും ബാക്കി പരിപാടികളൊക്കെ ഈ ഗ്രാഫിക്സ് കാർഡിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ഒരു 620 UHD 620 എന്ന് പറയുന്നൊരു ഗ്രാഫിക്സ് കാർഡാണ്, ഇൻബിൽറ്റ് ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനം വലിയ മെച്ചമൊന്നുമില്ല ഈ സാധനം. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അലമ്പാന്നേ, പരിപാടിയൊന്നും നടക്കൂല. അപ്പോൾ ഇതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു 14 മിനിറ്റ് നേരത്തെ വീഡിയോ ഇന്ന് റെൻഡർ ചെയ്യാൻ എടുത്ത സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 3 മണിക്കൂറിനടുത്താണ്. 3 മണിക്കൂറിൽ റെൻഡർ ചെയ്യാൻ എടുത്ത് അത് നമുക്ക് എങ്ങനെ മുതലാവും? 3 മണിക്കൂർ നമുക്ക് റെൻഡർ ചെയ്യാൻ വേണ്ടി 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതങ്ങനെ ഒരു കേസുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ലാപ്ടോപ്പ് ഇതിനു വേണ്ടി മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നമ്മുടെ പണി എളുപ്പമായിരിക്കും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു വിൻഡോസ് ലാപ്ടോപ്പിന് ഒരു $2000 ഒക്കെ അടുത്ത് വരും. വിൻഡോസ് ലാപ്ടോപ്പിന് 2000. ഞാനൊരു ഡെല്ലിൻ്റെ ഒരു
X15 അങ്ങനെ എന്തോ പറഞ്ഞൊരു മോഡൽ നോക്കിയപ്പോൾ ഒരു $5,000 കാണിച്ചത്. $5,000 ഒരു ലാപ്ടോപ്പിന് $5,000 സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണലി എഡിറ്റ് ചെയ്യുന്ന ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സെറ്റാണ്. പക്ഷേ നമുക്കതത്രയും പറ്റില്ലല്ലോ, മനസ്സിലായോ? നമ്മളിതിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അത്രയും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇതിന് വേണ്ടിയിട്ട്. സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നല്ല, സ്പെൻഡ് ചെയ്യണം. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഒക്കെ ആയി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യുന്നതിലൊരു കാര്യമുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ബേസിക്കിൽ നിന്ന് തുടങ്ങാന്നേ, നമ്മൾ സമാധാനമായിട്ട് ബേസിക്കിൽ നിന്ന് തുടങ്ങി കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാം. കാരണം പല ബിസിനസ് ആൾക്കാരും, അതായത് ബിസിനസ് തുടങ്ങി വിജയിച്ചിട്ടുള്ള പല ആൾക്കാരും പറയുന്നുണ്ട്, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആ ബിസിനസ് ഏറ്റവും പക്ഷേ നാളിതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ നല്ല ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നതുകൊണ്ട് നമുക്കത് കുറച്ച് നല്ലൊരു ലാപ്ടോപ്പ് എടുത്താൽ കൊള്ളാം എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യുക, അത് എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുക. നമ്മുടെ 6K വരെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് 6K ആർക്കറിയാം? 4K തന്നെ ഇവിടെ നമുക്ക് പറ്റണില്ല, അന്നേരമാണ് 6K. 4K പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, നമ്മൾ 4Kയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഈ സാധനം എഡിറ്റിങ് നടക്കൂല. ഇതൊക്കെ ആവശ്യത്തിന് കട്ട് ചെയ്ത് ഇറക്കണ്ടേ? ഇതിപ്പോൾ ഉള്ളത് തന്നെ ഇപ്പോൾ കട്ട് ചെയ്ത് ഇറക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ 4K ഞാൻ കഴിഞ്ഞ ദിവസം 4Kയിൽ 1-2 ഫുട്ടേജൊക്കെ റെക്കോർഡ് ചെയ്തതിൻ്റെ അകത്ത് 1-2 വീഡിയോസ് ഞാൻ അങ്ങനെ കണ്ടു യൂട്യൂബിലുള്ള. അപ്പോൾ നമുക്ക് ബെസ്റ്റായിട്ടുള്ള ലാപ്ടോപ്പ് ഏതാണ് പറ്റിയത് എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ M3 ചിപ്പുള്ള ഒരു മാക്ബുക്ക് എയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികൾ സ്മൂത്തായിട്ട് നടന്നോളൂ എന്ന് പറഞ്ഞു. റെൻഡറിങ് ടൈം എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്പോട്ട് റെൻഡറിങ് ആണ്. അതായത് നമ്മളിപ്പോൾ ഈ എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ഉള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ടൈം ലൈനിൽ ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ നമ്മൾ ആഡ് ചെയ്തു, ആ വീഡിയോയ്ക്ക് ആവശ്യമായ കട്ടിങ്ങും 7 മിനിറ്റ് ട്രിപ്പ്, ഇങ്ങനെ കുഞ്ഞു ട്രിപ്പുകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കണേ. എന്തെങ്കിലും ആവട്ടെ അതെടുക്കാം. ഇപ്പോൾ സിറ്റിയിൽ നമുക്കിപ്പോൾ തൽക്കാലം അങ്ങനെയുള്ള ട്രിപ്പുകളെ പറ്റുള്ളൂ. 7 മിനിറ്റിൻ്റെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 7 മിനിറ്റിൻ്റെ ട്രിപ്പിന് നമ്മൾ അപ്പോൾ ബാക്കി കഥകൾ നമുക്ക് ഇങ്ങേരെ ഇറക്കി കഴിഞ്ഞിട്ട് ഇതാണായാലും പെണ്ണായാലും പക്ഷെ നമ്മളവരെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും തന്നെ പറയണത്, ഞാൻ ഇറക്കി വിട്ടേത് അവരുടെ സ്ഥലത്തും അവരിറങ്ങണു, അതന്നെ, അത് അത്രേ ഉള്ളൂ. ഇതിപ്പോൾ മൾട്ടിപ്പിൾ ഡ്രോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും 7 മിനിറ്റിൻ്റെ ഡ്രൈവ് ആയിരുന്നു, ചെറിയ ദൂരത്തിലുണ്ടായിരുന്നേ, 2 കിലോമീറ്റർ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വേറൊരു ഓട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ് അവരെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഭയങ്കര അലമ്പാറുന്നു, നിർത്തിയില്ല. ഒരു ടീൻ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് നേരത്തേക്കുള്ള ടീൻ ട്രിപ്പാണ്. അതായത് നമുക്ക് 18 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാവാത്ത കുട്ടികളിൽ വിളിക്കുന്നതാണ് ടീൻ ട്രിപ്പ് എന്ന് പറയുന്നത്. അതൊരു 10 മിനിറ്റ് നേരത്തേക്കാണ്. സൗത്ത് ഈസ്റ്റാണ് കാണിച്ചേക്കണത്. നമ്മൾ ഡേ ടൈമിൽ സാധാരണ ഇറങ്ങാറില്ല, നൈറ്റ് ടൈമിലാണ് നമ്മൾ സാധാരണ ഇറങ്ങാറ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ 1-2 ഓട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്തില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്തതിൽ എനിക്ക് വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ഈ വീഡിയോ കണ്ടമാനം ലെങ്ത് ആവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ റെക്കോർഡ് ചെയ്ത് തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്താകെ 3-4 ട്രിപ്പ് ഞാൻ കാണിച്ചിട്ടുള്ളൂ, ബാക്കി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇതിപ്പോൾ ഇതുവരെയായിട്ട് 6 മണിക്കൂർ ഇതുവരെയായിട്ട് ആകെ $150 കിട്ടിയുള്ളൂ. പക്ഷേ ഇന്നലെ നമുക്ക് 4 മണിക്കൂർ കൊണ്ട് $250 ആയിരുന്നു. പിള്ളേരവിടെ നിൽക്കണ്ട്. അടിച്ച് പൂക്കുറ്റിയാണോ? കുഞ്ഞു പിള്ളേരായതുകൊണ്ട് തന്നെ അങ്ങനത്തെ പേടിക്കണ്ടെന്ന് തോന്നണം. ടീൻസ് ഓക്കെ, കുഞ്ഞു പെൺപിള്ളേരാ. ഓ എൻ്റെ 2 കൊച്ചു പെൺപിള്ളേരായിരുന്നേ. പക്ഷെ വാ തുറന്ന തെറിയല്ലാണ്ട് ഈ എഫേർഡ് തന്നെയാണ് വാ തുറക്കുമ്പോൾ ഫുള്ള് പറയണേ. നമ്മൾ അഡൽട്സ് പോലും അത്രയും പറയാറില്ല. ഇത് എന്തൊരു തെറിയാണോ എന്ന് വെച്ച് എന്തിനാണ് എല്ലാ വാക്കിൻ്റെ ഇടയ്ക്കേക്കടെ ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയ്യോ എന്തൊരു കഷ്ടം അത്.
അതിൻ്റെ അകത്ത് ഒരു പെങ്കൊച്ച് നമ്മുടെ ഈ വെനസ്ഡേ എന്ന് പറയുന്നൊരു ഒരു സീരീസ് ഉണ്ടല്ലോ, ഒരു ഹോളിവുഡ് സീരീസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു നായിക ഉണ്ടല്ലോ, ഒരു പെങ്കൊച്ച്. ആ പെങ്കൊച്ചിനെ പോലെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് കറുത്ത മറ്റേ ഒരു കോസ്റ്റ്യൂമ് മൊത്തത്തിൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. ചുണ്ടൊക്കെ കറുത്തിരിക്കുന്നു. എനിക്കത് ഈ കറുത്ത ലിപ്സ്റ്റിക്കോ എല്ലാം ഇട്ടായിരിക്കാൻ തോന്നുന്നു. അതുപോലെ എല്ലാം കറുപ്പിച്ച് വെച്ചേക്കുക. എന്തിടപാടാണ് പക്ഷെ എൻ്റെ പൊന്നെ. എന്തായാലും നമ്മളെ $10 10 മിനിറ്റ് $10 കിട്ടി. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 5-6 കിലോമീറ്റർ, $10. കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനൊരു പ്രശ്നം ഉണ്ടായി എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. ഇങ്ങനൊരു സംഗതി ഉണ്ട്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. നമുക്ക് സൗത്തിലേക്ക് 22 മിനിറ്റ് സൗത്തിലേക്ക് ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. അത് എയർപോർട്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ പാസഞ്ചർ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് നമുക്ക് 5 കിലോമീറ്റർ പോകാനുണ്ട്. അതായത് റെമുവേര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാസഞ്ചർ ഉള്ളതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിക്കപ്പ് ചെയ്യേണ്ട ലൊക്കേഷൻ, എൻ്റെ അമ്മ, അത് ഏതാണ്ടൊരു മൗറി വേർഡാണ്. അത് നമ്മളിനി വായിച്ചാൽ ശരിയാവില്ല, വേറെല്ല വേർഡായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് വായിക്കുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ന്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ റെമുവേരയ്ക്ക് വിടുവാണ്. അപ്പോൾ അവരെന്തോ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, എന്തോ സൈഡ് വേ കൂടെ ഉള്ളിലേക്ക് വന്നോന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നഷ്ടമാണ് ആക്ച്വലി പോണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ട്രിപ്പ് കിട്ടൂല, കാലിടിച്ച് വന്നത്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയില്ലേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് കാലി ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് ഓഫ് ചെയ്തിട്ട് അവിടെ വരെ വന്നേ. ഓഫ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ കുനുകുനാന്ന് കുഞ്ഞു ട്രിപ്പുകൾ അടിക്കും. അപ്പോൾ നമുക്ക് ടൗണിലുള്ള ട്രിപ്പുകളൊന്നും കിട്ടൂല. അപ്പോൾ അതാണൊരു പ്രശ്നം. ഇപ്പോൾ ഊബറിൻ്റെ ഒരു പരിപാടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടൗണിൽ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വണ്ടി ഉണ്ടെങ്കിൽ ഈ പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് ട്രിപ്പുകളൊക്കെ അടിച്ച് നമ്മളെ പുറത്തേക്ക് വിടാം, എന്നിട്ട് പുറത്തിട്ട് നമ്മളെ കറക്കും. എന്ത് ചെയ്ത് നമുക്ക് ടൗണിലേക്ക് ഓട്ടം തരില്ല. കാരണം ടൗണിൽ ഓൾറെഡി ആൾക്കാരുള്ളത് കൊണ്ട് അവർക്ക് തന്നെ ഓട്ടം കൊടുക്കാനില്ലാത്തതുകൊണ്ടാണോ അത് എന്തതിൻ്റെ കഥ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവർ എങ്ങനെയെങ്കിലും നമ്മളെ ഊബർ പുറത്തേക്ക് ചാടിക്കുകയാണ് ചെയ്യുന്നത്, ഔട്ടർ സർക്കിളിലേക്ക് ചാടിക്കും. കാരണം ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊബർ ഒരു പാസഞ്ചർ വിളിക്കാൻ നോക്കുന്ന സമയത്ത് എപ്പോഴും വണ്ടികൾ വളരെ അടുത്ത് തന്നെ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു പോളിസി എന്ന് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഔട്ടർ സർക്കിളിലേക്ക് പോകാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളങ്ങനെ പോകുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഊബർ ഇങ്ങനത്തെ പണികൾ തന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇത് തന്നെ കണ്ടില്ല. ഓക്കെ, ഇതാണ് പറയണേ 98 വഴിയുണ്ടോ? 98 നാപ്പുഹി റോഡ്. അമ്പോ, ഇതിവിടുന്ന് തന്നെ ഈ കയറ്റം, ഒന്നാമത് മുടിഞ്ഞ കയറ്റവും, പിന്നെ ഇവിടുന്ന് റിവേഴ്സ് ഇറങ്ങി വരണ്ടോന്ന് വരുമെന്ന് അറിയില്ലല്ലോ. ഇല്ല, റിവേഴ്സ് വരണ്ട. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വെച്ച് എയർപോർട്ടിലേക്കാണ് മോനെ, എയർപോർട്ടിലേക്കാണ്. അപ്പോൾ ഞാൻ എയർപോർട്ട് കാണിച്ചു തരാം. നിങ്ങൾ എയർപോർട്ട് കണ്ടിട്ടില്ലല്ലോ. എയർപോർട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു എയർപോർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇവിടുത്തെ എയർപോർട്ട് അത്ര ഒരു ഹൈ പ്ലീസിങ് എയർപോർട്ടല്ല. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലെ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ എയർപോർട്ടല്ല, അടിപൊളി എയർപോർട്ടാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു normally we came from there. Okay. It's a new one. It's really cold today. It's so cool. Drop off. South Island even cooler. Yeah. അങ്ങനെ ആ ഫാമിലിനെ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തു. Head west toward Andrew McKee Avenue. എത്ര Make a കിലോമീറ്റർ slight ഉണ്ടായിരുന്നു? left turn on George Bolt Memorial Drive. പറയാം എത്ര കിലോമീറ്ററാ? 20 കിലോമീറ്റർ. അവർ വട്ടം വന്ന് ചാടിയുണ്ടോ? മഴ ചെയ്തുകൊണ്ട് വട്ടം വന്ന് ചാടണത്. അപ്പോൾ
20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. $33 നമുക്ക് കിട്ടിയത്. കംഫർട്ടായിരുന്നു ട്രിപ്പേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ കിട്ടിയത്. സംഭവം കൊള്ളാം. ഊബറിൻ്റെ ഒരു നമ്മുടെ ഒരു വെയിറ്റിംഗ് ഒരു ലോട്ടുണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ നമുക്കൊന്ന് പോയി ഒന്ന് മൂത്രമൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാവട്ടെ. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് മൂത്രം ഒഴിക്കണ ഭയങ്കര മോശമാണ്. ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കണം. മാത്രമല്ല ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പക്ഷെ ഇത് ഓരോന്നും അടയ്ക്കാനും തുറക്കാനും ഓരോ ഏരിയ തിരിച്ച് ഓരോരുത്തരെ ഏൽപ്പിച്ചേക്കുക. ഒരു സാലറി കൊടുത്തേ ഓരോരുത്തരെ ഏൽപ്പിച്ചേക്കുക. അപ്പോൾ അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ പരിസരമൊക്കെയാണ് ഈ കാണിക്കല്. നമ്മൾ എയർപോർട്ടിലേക്ക് കയറിയ സമയത്ത് നമ്മളൊരു ബസ് കണ്ടില്ലായിരുന്നു, ഒരു മഞ്ഞ ബസ്. ആ മഞ്ഞ ബസ് അങ്ങോട്ട് പോയ സമയത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു ബാരിക്കേഡ് വെച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഈ ഫ്ലൈറ്റൊക്കെ വന്ന് മറ്റേ ആളിറക്കണ സ്ഥലമാണ്. അവിടെ വന്ന് ആളിറക്കി പോവാം. അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇതൊക്കെ എയർപോർട്ടുകളൊക്കെ ഇവിടെ ഭയങ്കര സിമ്പിളാണ്. ഇവിടെ ഈ ഇതിൻ്റെ അകത്തേക്ക് പോകണം, നമ്മുടെ പാർക്കിംഗ് ലോട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് മഴയുണ്ട്, നല്ല തണുപ്പുമാണ്. നല്ല തണുപ്പ് എന്ന് പറയുമ്പോൾ ഈ തണുപ്പുള്ള രാജ്യങ്ങളിലവർക്ക് അത് നമുക്ക് അങ്ങനെ തണുപ്പായിട്ട് തോന്നില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ആകെ 1 വർഷമല്ലേ ആയുള്ളൂ. അപ്പോൾ 1 വർഷം ആയതുകൊണ്ട് തന്നെ ഈ തണുപ്പ് നമുക്ക് ഒട്ടും പറ്റണില്ല. കാരണം ഇപ്പോൾ ഒരു 15 ഡിഗ്രിക്ക് ഇപ്പോൾ കാണിക്കുന്നത്. ഞാനാണെങ്കിൽ ഇന്ന് ഒരു കുന്തം ഇട്ടിട്ടുമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെർമലൊക്കെ ഉള്ളിലിട്ടേച്ചാണ് പോകുന്നത്. കാരണം ഞാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ക്ലൈമറ്റ് എന്തായിരിക്കും എന്നുള്ളത് ഇങ്ങനെ നോക്കിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അതാ പറ്റിയത്. അപ്പോൾ അത് ചോദിച്ചിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയൊരു ബുദ്ധിമുട്ട് നമുക്ക് വരില്ലായിരുന്നു. ഈ തണുപ്പ് നല്ല തണുപ്പാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ കോട്ടുമില്ല, ജാക്കറ്റുമില്ല. ഏതായാലും നമ്മളങ്ങനെ ഇവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ.